Salicylic acid serum എന്ന് നമ്മൾ ഒരുപാട് കേട്ടിരിക്കുമല്ലോ. എന്നാൽ എന്താണ് ഈ salicylic acid? ആരൊക്കെയാണ് ഇത് ഉപയോഗിക്കേണ്ടത്? ഇത് ഉപയോഗിച്ചാൽ എന്തെല്ലാം ഗുണങ്ങൾ കിട്ടും തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയാമോ? ഇല്ലെന്നുണ്ടെങ്കിൽ അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആകും. എന്താണ് salicylic acid എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ബീറ്റ ഹൈഡ്രോക്സി ആസിഡ് ആണ്. ഇത് ചർമ്മത്തെ എക്സ്ഫോളിയേറ്റ് ചെയ്യുകയും ചർമ്മ സുഷിരങ്ങൾ വൃത്തിയാക്കുകയും ചെയ്യുന്നുണ്ട്. ചർമ്മ സുഷിരങ്ങളിൽ അടിഞ്ഞുകൂടാൻ സാധ്യതയുള്ള അഴുക്ക് നീക്കം ചെയ്തുകൊണ്ട് മൈൽഡ് അല്ലെങ്കിൽ മോഡറേറ്റ് ആയിട്ടുള്ള മുഖക്കുരു ഒക്കെ കുറയ്ക്കാനായിട്ട് ഇത് സഹായിക്കും. അതുപോലെ സാലിസിലിക് ആസിഡ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് എന്നിവ കുറയ്ക്കാനും ഭാവിയിലെ ബ്രേക്ക്ഔട്ട്സുകൾ ഉണ്ടാവുന്നതൊക്കെ തടയുകയും ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് സാലിസിലിക് ആസിഡിന്റെ മറ്റു ഗുണങ്ങൾ എന്ന് കൂടെ നോക്കാം. ഒന്നാമത്തേത്, അധിക എണ്ണ നമ്മുടെ ചർമ്മത്തിൽ നിന്ന് നീക്കം ചെയ്യാനായിട്ട് ഈ സാലിസിലിക് ആസിഡ് സഹായിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ എണ്ണമയുള്ള ചർമ്മമുള്ള ആളാണെന്നുണ്ടെങ്കിൽ സാലിസിലിക് ആസിഡ് ഒരു പ്രധാന ഘടകം തന്നെയാണെന്ന് പറയാം ഇത് കുറയ്ക്കാനായിട്ട്. ഇത് അധിക എണ്ണയെ കുറയ്ക്കാനായിട്ടും അതുപോലെ നമ്മുടെ ചർമ്മത്തിൽ എണ്ണയുടെ അളവ് കുറയ്ക്കുന്നതിനും ഒക്കെ സഹായിക്കുന്നുണ്ട്. സാലിസിലിക് ആസിഡിന്റെ മറ്റു ഉപയോഗങ്ങളിൽ ഒന്ന് ഇത് നമ്മുടെ ചർമ്മത്തിനെ ആഴത്തിൽ ക്ലീൻ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി ഭാവിയിൽ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഉണ്ടാകുന്നത് തടയുന്നത് കൊണ്ട് തിളങ്ങുന്ന ചർമ്മം ലഭിക്കുന്നതിനുള്ള മാർഗങ്ങളിൽ ഒന്നായിട്ട് നമുക്ക് സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യാം. എണ്ണയും ചർമ്മകോശങ്ങളും സുഷിരങ്ങളിൽ കുടുങ്ങുമ്പോൾ ഉണ്ടാകുന്ന പാടുകളെ, അതായത് ബ്ലെമിഷസ് ഒക്കെ തടയുന്നതിനും ഇത് സഹായിക്കുന്നുണ്ട്. നല്ലൊരു എക്സ്ഫോളിയേറ്റർ ആണെന്ന് പറഞ്ഞല്ലോ. നമ്മുടെ ചർമ്മത്തിലെ മൃതകോശങ്ങളെ ഫലപ്രദമായി നീക്കം ചെയ്യാനായിട്ട് ഇത് സഹായിക്കും. അതുപോലെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനായിട്ട് സഹായിക്കും. വീക്കം, ചൊറിച്ചിൽ, തടിപ്പ്, ചുവന്ന നിറം എന്നിവയൊക്കെ ഇല്ലാതാക്കാനായിട്ടും ഇത് സഹായിക്കുന്നുണ്ട്. ഇനി ആരൊക്കെയാണ് ഈ സാലിസിലിക് ആസിഡ് സീറം ഒക്കെ യൂസ് ചെയ്യേണ്ടത് എന്നറിയോ? നമ്മുടെ ചർമ്മത്തിൽ ധാരാളം സുഷിരങ്ങൾ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾക്ക് ഉപയോഗിക്കാവുന്ന ഒന്നുകൂടിയാണ് ഈ സാലിസിലിക് ആസിഡ് സിറം. കാരണം സുഷിരങ്ങളിലെ അഴുക്കാണ് മുഖക്കുരു പോലുള്ള പ്രശ്നങ്ങൾക്ക് കാരണം. അതുകൊണ്ട് ഈ ചർമ്മ സുഷിരങ്ങളിലെ എണ്ണമയവും അഴുക്കും എല്ലാം നീക്കം ചെയ്യുന്നത് വഴി മുഖക്കുരു ഇല്ലാതാക്കാൻ കഴിവുള്ള മികച്ച സിറമാണ് സാലിസിലിക് ആസിഡ് സിറം എന്ന് പറയുന്നത്. നിങ്ങളുടേത് വരണ്ടതോ സെൻസിറ്റീവോ ആയതുമായ ചർമ്മമാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 3-4 തവണ മാത്രം ഇത് ഉപയോഗിച്ചാൽ മതിയാകും. ഇനി നിങ്ങളുടേത് വളരെയധികം ഓയിലി ആയിട്ടുള്ള ഒരു സ്കിൻ ആണെന്നുണ്ടെങ്കിൽ സാലിസിലിക് ആസിഡ് സിറം എല്ലാ ദിവസവും രാവിലെയോ രാത്രിയോ ഉപയോഗിക്കാവുന്നതാണ്. 2 നേരം ഉപയോഗിക്കേണ്ടതില്ല. കാരണം സാലിസിലിക് ആസിഡ് ഉപയോഗിക്കുന്നത് നമ്മുടെ ചർമ്മത്തെ എക്സ്ഫോളിയേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അമിതമായിട്ട് നമ്മുടെ ചർമ്മം എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ ചർമ്മത്തിനൊട്ടും നല്ലതല്ല. അതുകൊണ്ട് ഏതെങ്കിലും ഒരു നേരം നമ്മൾ യൂസ് ചെയ്താൽ മതി ഓയിലി സ്കിന്നുള്ള ആളുകൾ. ഇനി ഈ സിറം ഏറ്റവും കൂടുതൽ പ്രയോജനമാകുന്നത് എണ്ണമയം കൂടുതലുള്ള ചർമ്മക്കാർക്കും മുഖക്കുരുവിന്റെ പ്രശ്നം നേരിടുന്നവർക്കുമാണ്. എങ്ങനെയാണ് സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യാന്നറിയോ? സാലിസിലിക് ആസിഡിന്റെ സിറം യൂസ് ചെയ്യുന്നതിന് മുൻപായിട്ട് നന്നായിട്ട് ഫേസ് ഒക്കെ വൃത്തിയാക്കി ക്ലെൻസ് ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ ടോണറൊക്കെ യൂസ് ചെയ്യാം. അതിനുശേഷം മുഖത്തൊരു 2-3 തുള്ളി സിറം പുരട്ടുക. എന്നിട്ട് 2 കൈ ഉപയോഗിച്ച് മുഖത്തും കഴുത്തിലും മൃദുവായിട്ട് ഇത് സ്പ്രെഡ് ചെയ്ത് നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് മറ്റ് സ്കിൻ കെയർ പ്രോഡക്ട്സ് എന്തെങ്കിലും ഉപയോഗിക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് മുന്നായിട്ട് ഇത് 1-2 മിനിറ്റ് നേരം ചർമ്മത്തിൽ തന്നെ വെക്കുക. നന്നായിട്ട് അബ്സോർബ് ആയതിനു ശേഷം മാത്രം മറ്റു പ്രോഡക്റ്റുകൾ യൂസ് ചെയ്യുക. മോയ്സ്ചറൈസിങ് ക്രീം ഒക്കെ യൂസ് ചെയ്യാം. കണ്ണുകളുടെ ചുറ്റൊക്കെ ഉള്ള ഭാഗം ഒഴിവാക്കുക. അതുപോലെ ഈ ഒരു സിറം കംപ്ലീറ്റ് ആയിട്ട് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. രാവിലെയാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ മോയ്സ്ചറൈസറിന് പുറമേ ആയിട്ട് ഒരു സൺസ്ക്രീൻ കൂടെ അപ്ലൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ ഇതിന്റെ സൈഡ് എഫക്ട്സ്, അതായത് സാലിസിലിക് ആസിഡ് ചർമ്മത്തിൽ ഉപയോഗിക്കുന്നത് സുരക്ഷിതമാണെന്ന് നമ്മൾക്ക് അറിയാമെങ്കിൽ ചില വ്യക്തികൾക്ക് ചില പാർശ്വഫലങ്ങൾ ഇതുവഴി ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഉണ്ടാകാം. അത്തരത്തിലുള്ള എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ സാലിസിലിക് ആസിഡ് നമ്മുടെ ചർമ്മത്തിൽ നിന്ന് അധിക എണ്ണ നീക്കം ചെയ്യുന്നു എന്ന് പറഞ്ഞല്ലോ. ഒരു പക്ഷേ ചിലർക്ക് ഇതുകൊണ്ട് വരൾച്ചയും ഇറിറ്റേഷനും ഉണ്ടാകാനായിട്ടുള്ള ഒരു ചെറിയ സാധ്യതയുണ്ട്. അതുപോലെ നമ്മൾ സാലിസിലിക് ആസിഡ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങുന്നതിന് 47 മണിക്കൂർ മുമ്പെങ്കിലും ഒരു പാച്ച് ടെസ്റ്റ് നടത്തണം. നമുക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും സൈഡ് എഫക്റ്റോ എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തെങ്കിലും അസ്വസ്ഥത കൂടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ സമീപിക്കേണ്ടത് അത്യാവശ്യമാണ്. ഏതൊരു പ്രൊഡക്റ്റിനും അതിൻ്റെതായ ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാകും. അതുപോലെ ചില ആളുകൾക്ക് ചിലപ്പോൾ ഉണ്ടായേക്കാവുന്ന ഒരു സൈഡ് എഫക്റ്റ് ആണ് ഞാൻ പറഞ്ഞത്. സോ എന്താണ് സാലിസിലിക് ആസിഡ്, ആരെല്ലാം യൂസ് ചെയ്യണം, എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് സൈഡ് എഫക്ട്സ് മനസ്സിലായില്ലേ? സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ.